അബിൻ വർക്കി നമുക്ക് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. അബിൻ, ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പെട്ടെന്ന് രാവിലെ വളരെ ധൃതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും മുന്നറിയിപ്പ് ഉണ്ടായില്ല എന്നുള്ള വിഷയം വരികയും ചെയ്യുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ? ഇത് പോലീസ് യൂത്ത് കോൺഗ്രസിന് എതിരെ തുടരുന്ന വേട്ടയുടെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടായത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 31ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തവർ 18 ദിവസം ജയിലിലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 5 ആളുകൾ ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. ഇത്രയും ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഇത്രയും അറസ്റ്റുകൾ ഉണ്ടായിട്ട് വീണ്ടും സംസ്ഥാന അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള സാഹചര്യവും ആ കേസുമായി ബന്ധപ്പെട്ട് നിലവിലില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 20 ദിവസമായി പല ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും മാധ്യമങ്ങളെ അടക്കുകയും കാണുകയും ചെയ്തതാണ്. അന്നൊന്നും തോന്നാത്ത ചേതോ വികാരം എന്താണ് പൊടുന്നനെ ഇന്ന് രാവിലെ അടൂരിലെ വീട്ടിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ കയറി അമ്മയുടെ മുമ്പിൽ വെച്ച് വീട് പൊളഞ്ഞ് പാത്തും പതുങ്ങിയും അറസ്റ്റ് ചെയ്യാനുണ്ടായ ചേതോ വികാരം എന്താണ് പോലീസിന്റേത് എന്നുള്ളത് ഇതേവരെ യൂത്ത് കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല. ഇനി വീട്ടിലൊക്കെ കയറി അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഭയപ്പെടുത്താനാണ് പോലീസ് വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതവരുടെ മിഥ്യാധാരണ മാത്രമാണ്. അതിശക്തമായ പ്രതിഷേധമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്താൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രതിഷേധ സമരങ്ങൾ ആരംഭിക്കും. 11 മണിക്ക് ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. നിയോജക മണ്ഡലം തലത്തിലും മണ്ഡലം തലങ്ങളിലും ഉൾപ്പെടെ താഴെത്തട്ട് വരെ ഇതുമായി ബന്ധപ്പെട്ട ഈ പിണറായി സർക്കാരിന്റെ യൂത്ത് കോൺഗ്രസിനോടുള്ള വേട്ടയാടൽ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇവിടെ ഗൺമാനെതിരെ കേസുണ്ടായിട്ട് പോലീസുകാർക്കെതിരെ കേസുണ്ടായിട്ട് അവർക്കെതിരെ ഒന്നും യാതൊരു നടപടിയെടുക്കാത്ത ഈ പോലീസ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എല്ലാ ദിവസവും മാധ്യമങ്ങൾ കാണുന്ന, എല്ലാ ദിവസവും വിസിബിലിറ്റിയുള്ള, ഇൻവിസിബിളായി പോകാത്ത ഒരു സംസ്ഥാന അധ്യക്ഷൻ, ആ സംസ്ഥാന അധ്യക്ഷനെ രാവിലെ ഉറങ്ങിക്കിടക്കുമ്പോൾ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇടപെടുകയാണ്. അതിനൊരു ചോദ്യവും മറുപടിയും ഉണ്ടാകാം. ഒന്ന്, അന്ന് നടന്ന ആ പ്രതിഷേധം ഒട്ടും മാതൃകാപരമായിരുന്നില്ല. അത് ദൃശ്യങ്ങൾ പറഞ്ഞിരുന്നു. പോലീസിന് നേരെ വലിയ തോതിൽ കല്ലേറുണ്ടായിരുന്നു. പോലീസിനെ ആക്രമിച്ചു. അവരുടെ ലാത്തി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവരെ തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് നിങ്ങൾ ഇന്നേ വരെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മറ്റ് ABVPയുടെ അല്ലെങ്കിൽ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിൽ കയറി 6 മണിക്ക് വീട് കുത്തി തുറന്ന് അമ്മയുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, പോലീസിനെ ന്യായീകരിച്ചതല്ല എന്റെ ചോദ്യം. അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 31 ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവർ 18 ദിവസം ജയിലിലാവുകയും 2 ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ 2 സ്ത്രീകൾ ഉൾപ്പെടെ 18 ദിവസം ജയിലിലായിട്ട് അതിൽ തന്നെ 5 പേർ ഇപ്പോഴും ജയിലിലാണ്. ബാക്കിയുള്ളവർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇത്രയും വ്യാപകമായ അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞ 20 ദിവസമായി ആ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്തപ്പോൾ ഒന്നും തോന്നാത്ത പോലീസിന്റെ ചേതോ വികാരം എന്താണ്? ഇന്ന് രാവിലെ അടൂരിൽ വന്ന് കന്റോൺമെന്റ് പോലീസ് രാവിലെ വീട്ടിൽ മുട്ടി ഉറങ്ങിക്കിടക്കുന്ന ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഇത്രയധികം വിസിബിലിറ്റി ഉള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് പോലീസ് ഇങ്ങനെയുള്ള രീതികൾ സ്വീകരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട വിഷയം. അത് തന്നെ വേട്ടയാടലിന്റെ ഭാഗമാണ്. 1-ാം പ്രതിയായി ശ്രീ VD സതീശനാണുള്ളത്. ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലറ നിറച്ച് എത്ര നാൾ ഇങ്ങനെ ഈ കാടത്ത ഭരണം കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഇത് അസാധാരണമായ അസ്വാഭാവികമായ നടപടിയാണ്. ഈ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകും.